ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഞാൻ ഇനി മുതൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറിതംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് സാറ് പകുതി വരെ എത്തി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. കുറച്ചൊക്കെ എടുത്തിട്ടില്ല എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റിക്കറൻസസ് ആണ്. റിക്കറൻസസ് സാറ് എന്തോ ചിലത് എടുത്തിട്ടുണ്ട് പറഞ്ഞു, ഹൈഡ്രേഷൻ മെത്തേഡ് അങ്ങനെ ഏതോ ഒരു മെത്തേഡ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അത് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് റിക്കറൻസസ് എന്നത് മുതൽ ആണ് ഞാൻ തുടങ്ങുന്നത്. റിക്കറൻസ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുമോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സപ്പോസ് നിങ്ങൾക്ക് റിക്കറൻസ് അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ് റിക്കർഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ? റിക്കേഴ്സീവ് ഫങ്ഷൻ എന്താണ്, റിക്കർഷൻ എന്താണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെൻ എ ഫങ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് കോൾഡ് എ റിക്കർഷൻ അല്ലേ? ഒരു ഫങ്ഷൻ അതിനെ തന്നെ വിളിക്കുമ്പം അത് ആ ഒരു ഫങ്ഷൻ്റെ ഉള്ളിൽ ദ സെയിം ഫങ്ഷന് തന്നെ കോൾ പോകുമ്പോൾ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഇറ്റ് ഈസ് റിക്കർഷൻ. ഓക്കെ, ഓർ റിക്കേഴ്സീവ് ഫങ്ഷൻ എന്ന് വിളിക്കും അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് അൽഗോരിതംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഏറ്റവും എളുപ്പം, അതുപോലെ ഏറ്റവും നമ്മൾ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന ഏതൊരു പ്രോഗ്രാം ലിസ്റ്റിലുള്ളൊരു പ്രോഗ്രാമുണ്ട് റിക്കേഴ്സീവ് അൽഗോരിതം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ഏതാണത്? ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിബനോസിയാണ് ശരിക്കും. എന്തായാലും ഫാക്ടോറിയലിന് നമുക്ക് പല വഴികളുണ്ട്, പക്ഷേ ഫിബനോസിക്ക് നമ്മൾ എന്തായാലും എന്തിനു ചെയ്യണം? റിക്കേഴ്സീവ് അൽഗോരിതം തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ റിക്കറൻസ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷനെ അതിൻ്റെ ഉള്ളിൽ തന്നെ കോൾ ചെയ്യുന്ന റിക്കേഴ്സീവ് അൽഗോരിതത്തിൻ്റെ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിക്കേഴ്സീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫങ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുമ്പോൾ, അതായത് റിക്കേഴ്സീവ് ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള അൽഗോരിതങ്ങളുടെ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അൽഗോരിതത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് റിക്കറൻസ് റിലേഷൻ, അല്ലെങ്കിൽ റിക്കറൻസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ പേപ്പർ എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് എന്നാണ് അല്ലേ? അൽഗോരിതംസ് ഡിസൈൻ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് ആ അൽഗോരിതം അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ആ അൽഗോരിതം എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, എത്രത്തോളം കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് എടുക്കുന്നുണ്ട്, അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അത് എത്ര സിമ്പിളാണ്, എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി കണക്കാക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോഗ്രാം എഫിഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ നോക്കണമെന്നുള്ളത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ടൈം ആൻഡ് സ്പേസ്. ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ടൈമും മെമ്മറിയിൽ എടുക്കുന്ന സ്പേസും വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടൈം എഫിഷ്യൻസി, ടൈം എസ്റ്റിമേറ്റ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് നമ്മൾ ഇതിനെയൊക്കെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാമെന്നാണ് പറയുക. ഓക്കെ, ബിഗ് ഒമേഗ എന്നൊക്കെ പറഞ്ഞ് കുറേ മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, കോസ്റ്റ് എസ്റ്റിമേഷൻ മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ടൈം കോംപ്ലക്സിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. എത്രത്തോളം ടൈം ആ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ എന്താ പറയുക, ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അൽഗോരിതം അനാലിസിസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ടൈമും സ്പേസും. ഓക്കെ, ആ കോസ്റ്റ് എസ്റ്റിമേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതംസാണ് റിക്കറൻസസ് എന്ന് പറയുന്നത്. ഇനി ഈ റിക്കേഴ്സീവ് അൽഗോരിതംസ് എങ്ങനെയുള്ളതായിരിക്കും? പൊതുവേ റിക്കേഴ്സീവ് അൽഗോരിതംസ് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺക്വർ അപ്രോച്ചിലുള്ളതായിരിക്കും. ഡിവൈഡ് ആൻഡ് കോൺക്വർ അപ്രോച്ച് എന്താണെന്ന് അറിയാലോ? പ്രോഗ്രാമിനെ, അല്ലെങ്കിൽ ആ ഒരു, ഇപ്പോൾ മെർജ് സോർട്ട് പഠിച്ചിട്ടില്ലേ? മെർജ് സോർട്ട് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ മൊത്തം അരേനെ നേരെ ഡിവൈഡ് ചെയ്ത് 2 പാർട്ടാക്കും. എഗെയിൻ ബൈനറി സെർച്ച്, ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് ബൈനറി സെർച്ച്. മൊത്തം അരേനെ 2 പാർട്ടാക്കി അതിൽ ഒരു പാർട്ടിലെ മിഡിൽ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും. ആദ്യം മൊത്തം അരയുടെ മിഡിൽ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും. ആ മിഡിൽ വാല്യൂ അതിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഒരു സൈഡ് ചെക്ക് ചെയ്യും, ലെസ് ആണെങ്കിൽ അടുത്ത സൈഡ് ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ കണ്ടില്ലെങ്കിൽ ദെൻ വീണ്ടും അതിനെന്ത് ചെയ്യും? നേരെ ഡിവൈഡ് ചെയ്യും, മിഡിലായിട്ട് എടുക്കും, വീണ്ടും മിഡിൽ വാല്യൂ ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മെർജ് സോർട്ടും. നേരെ പകുതിയാക്കും, 2 പാർട്ടാക്കും, അതിൽ നേരെ പകുതിയാക്കും, അങ്ങനെ സിംഗിൾ ആവുന്നത് വരെ ആക്കി ആ സിംഗിൾ എലമെൻറ്റ്സ് തമ്മിൽ മെർജ് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് മെർജ് ചെയ്ത് വരും.
സോർട്ട് ചെയ്ത് മെർജ് ചെയ്ത് വരും. അതാണ് എന്ത് വരുന്നത്, മെർജ് സോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിവൈഡ് ആൻഡ് കോൺക്വയർ അപ്രോച്ചാണ്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഓരോ അൽഗോറിതംസും എങ്ങനെയുള്ളതായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയുള്ളതാവാൻ സാധ്യതയുണ്ട്. അൽഗോറിതത്തിൻ്റെ പല ഡിസൈൻസ് അല്ലെങ്കിൽ പല ടെക്നിക്സ് എന്ന് പറയും. ബേസിക് ടെക്നിക്സ് എന്ന് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്, ഡിവൈഡ് ആൻഡ് കോൺക്വയർ, ദെൻ ഗ്രീഡി അപ്രോച്ച്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, അങ്ങനെ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബാക്ക് ട്രാക്കിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, അങ്ങനെ പലതരത്തിലുള്ള അൽഗോറിതംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ഡിവൈഡ് ആൻഡ് കോൺക്വയർ അപ്രോച്ചിലാണ് മെയിനായിട്ട് നമുക്ക് റിക്കേഴ്സീവ് അൽഗോറിതംസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിനായിട്ടും റിക്കറൻസ് റിലേഷൻസും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ റിക്കറൻസ് എന്ന് പറയുന്നതിന് നമ്മൾ ജസ്റ്റ് ഒരു റിലേഷൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇന്നീക്വാളിറ്റിയാണ്. ദിറ്റ് ഈസ് എൻ ഇന്നീക്വാളിറ്റി. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ വരുന്ന, അല്ലെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ എന്ത് വരുന്നത്, ആ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇന്നീക്വാളിറ്റി വിച്ച് ഡിസ്ക്രൈബ്സ് എ ഫങ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ്. ഒരു ഫങ്ഷനെ അതിൻ്റെ തന്നെ ബേസിൽ, ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ്, അതിൻ്റെ തന്നെ ബേസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇന്നീക്വാളിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്കറൻസ് എന്ന് പറയുന്നത്. ഇത് PPTയിലില്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ റിക്കറൻസ് ഈസ് എൻ ഇന്നീക്വാളിറ്റി which describes a function in terms of itself but for smaller inputsന് മാത്രം നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനിഷൻസ് അല്ലെങ്കിൽ റിക്കറൻസ് റിലേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. റിക്കറൻസ് റിലേഷൻ ഫോർ ദ സീക്വൻസ് A0, A1, etc. AN is an equation that relates AN to certain of its predecessors A0, A1, etc. AN-1. അതെന്താണ്? ഒരു റിക്കറൻസ് റിലേഷൻ എപ്പോഴും നമ്മളൊരു സീക്വൻസിനാണ് പറയുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പം നമ്മൾ ഫിബനോസി സീരീസ് തന്നെ എടുത്തു എന്ന് വിചാരിക്കാം. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ കൊടുക്കുന്നത്, ഫസ്റ്റ് ഇനീഷ്യൽ നമ്മൾ എന്ത് കൊടുക്കും, ഇപ്പം എയും ബിയും വെച്ചിട്ടാണ് പ്രോഗ്രാമിംഗ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫിബനോസിയുടെ പ്രോഗ്രാം എന്താണെന്നുള്ളതും എല്ലാവർക്കും ബൈഹാർട്ടാണെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ട് ആദ്യം ഫിബനോസിയുടെ പ്രോഗ്രാം പഠിച്ചിട്ട് ഇത് ഞാനിപ്പോൾ ഈ പറയുന്ന ക്ലാസ് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഫിബനോസി സീരീസിൻ്റെ പ്രോഗ്രാമിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ, A = 0, B = 1 അല്ലേ. അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അതായത് ഇനീഷ്യൽ വാല്യൂസ് എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴും സപ്ലൈ ചെയ്യണം. ആ A = 0, B = 1 എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സീക്വൻസിലത്തെ A0, A1 എന്ന് പറയുന്ന രണ്ട് ടേംസ്. ഫസ്റ്റ് കണ്ടീഷൻ, ദെൻ സെക്കൻഡ് കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, A2 വരുന്നത്. A2 അല്ലെങ്കിൽ നെക്സ്റ്റ് ടേമിൽ വരുന്നത് എന്താണ്, A0 + A1, അതായത് A + B, C = A + B. ദെൻ എന്ത് ചെയ്യും, C = A + B ചെയ്താൽ നമുക്ക് 0 + 1 ആൻസർ കിട്ടി. ദെൻ എനെയും ബിനെയും ഷിഫ്റ്റ് ചെയ്യും. B = C ആക്കും, A = B ആക്കും. അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. C = A + B ചെയ്യും, ദെൻ B = C, A = B. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, ഇനി അഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത്, A + B. ദെൻ അഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത്, A + B. അപ്പോൾ അവിടെ ചെയ്യുന്നത്, ഫിബനോസിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അഗെയിൻ ആൻഡ് അഗെയിൻ അത് ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിത്ത് ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്നിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരികയാണ്. ആദ്യം നമ്മുടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരുന്നു. തേർഡ് ടേം 2 കിട്ടണമെന്നുണ്ടെങ്കിൽ 0യും 1ഉം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണമായിരുന്നു. 0യും 1ഉം ആഡ് ചെയ്ത് 1 ആൻസർ കിട്ടി. അതാണ് A2 എന്ന് പറയുന്ന സ്റ്റേജ്. ദെൻ അടുത്തത് A3 ആണ് കാണുന്നത്. A3 കാണുമ്പോൾ എന്ത് ചെയ്യണം, A2ഉം A1ഉം കൂടി ആഡ് ചെയ്യണം. ദെൻ A4 ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ ആ സീക്വൻസ് എന്ന് പറഞ്ഞ A0, A1, A2, A3 etc. എന്ന് പറയുന്നത് ഈ സീക്വൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ, തേർഡ് ഐട്രേഷൻ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എ റിക്കറൻസ് റിലേഷൻ ഫോർ ദ സീക്വൻസ് A0, A1, etc. AN is an equation. ഒരു ഇക്വേഷനാണ് ദാറ്റ് റിലേറ്റ്സ് AN ടു certain of its predecessors. അപ്പോൾ ഈ റിക്കറൻസ് റിലേഷനിൽ റിക്കറൻസ് ഇക്വേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ
എ എൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം കിട്ടണം. അതായത് ഇപ്പോൾ ഫിബൊനാച്ചിയുടെ 10th സീരീസ് 10th എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 9th എലമെൻറ്റും 8th എലമെൻറ്റും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞാലോ, nth ടേം ഓഫ് എ ഫിബൊനാച്ചി സീരീസ് എന്താണ് കിട്ടുന്നത്? n-1th ടേമും n-2th ടേമും തമ്മിൽ ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? nth ടേം കിട്ടുക. അതിനെ ഒരു ഇക്വേഷൻ ആക്കി നോക്കൂ. എന്താ വരുന്നത്? an = an-1 പ്ലസ് an-2. nth ടേം is equal to n-1th ടേം പ്ലസ് n-2th ടേം. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ റിക്കറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ nth ടേം an കിട്ടണമെങ്കിൽ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് an ഫ്രം ഇറ്റ്സ് പ്രിഡിസസേഴ്സ് എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുൻപുള്ള ഏതെങ്കിലും വാല്യൂ യൂസ് ചെയ്തിട്ട്, ലൂപ്പാവുമ്പം അങ്ങനെയാണല്ലോ, ഒരു വാല്യൂ നിന്നാണ് നെക്സ്റ്റ് വാല്യൂയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ള ഏതെങ്കിലും ടേംസ് യൂസ് ചെയ്തിട്ട് nth ടേം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അത് പറഞ്ഞു തരുന്ന ഇക്വേഷനാണ് റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസ് ഫോർ ദ സീക്വൻസ് A0 A1 ആർ എക്സ്പ്ലിസിറ്റ്ലി ഗിവൺ. അതാണ് ഫിബൊനാച്ചിയിൽ നമ്മൾ പറഞ്ഞ A = 0 B = 1. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് എന്ത് വേണം, നമുക്ക് ഇങ്ങനെ പ്രീവിയസ് ടേംസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാൻ പാടില്ല. കാരണം ഫസ്റ്റ് ടേമിന് പ്രീവിയസ് ടേം ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എല്ലാ റിക്കറൻസ് റിലേഷൻസിനും ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും. ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൊടുക്കണം. അതൊരിക്കലും കണ്ടുപിടിക്കേണ്ടി വരരുത്. അതിന് നമുക്ക് എക്സാക്റ്റ് വാല്യൂ ആൻസർ കൊടുത്തിരിക്കണം. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസ് ഫോർ ദ സീക്വൻസ് A0 A1 ആർ എക്സ്പ്ലിസിറ്റ്ലി ഗിവൺ വാല്യൂസ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ദ സീക്വൻസ്. അത് എത്ര, ചിലത് ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടാവുള്ളൂ, ഇനീഷ്യൽ വാല്യൂ ഒറ്റ ഫസ്റ്റ് ടേമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റ് 3 ടേംസിന് ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും, ചിലപ്പോൾ ഫസ്റ്റ് n ടേംസിന് ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും. അതൊക്കെ ആ ഒരു ഇക്വേഷനെ അല്ലെങ്കിൽ റിക്കറൻസ് റിലേഷനെ അപേക്ഷിച്ച് ഇരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് വാല്യൂ കൊടുക്കണം. ദെൻ ബാക്കിയുള്ളത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ റിക്കറൻസ് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഡെഫിനിഷൻ. എ റിക്കറൻസ് റിലേഷൻ T of n ഈസ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഓഫ് ഇൻറ്റീജർ വേരിയബിൾ n. ഞാൻ നേരത്തെ പറഞ്ഞതും കൂടി ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തണം. ഇറ്റ് ഈസ് എൻ ഇൻഇക്വാളിറ്റി വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൽഫ് ബട്ട് ഫോർ സ്മോളർ ഇൻപുട്സ്. അതും കൂടി പറയണം. ഓക്കെ, അപ്പോൾ റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഓഫ് ഇൻറ്റീജർ വേരിയബിൾ n. എന്നിൻ്റെ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷനാണ് റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഓൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് ഇറ്റ് ഹാസ് ബോത്ത് റിക്കേഴ്സീവ് കേസ് ആൻഡ് ബേസ് കേസ്. അപ്പോൾ ഏതൊരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ എടുത്താലും നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്? ബേസ് കേസ് എന്നാണ് പറയുക. അപ്പോൾ എല്ലാ റിക്കേഴ്സീവ് ഫംഗ്ഷൻസിനും എന്തുണ്ട്? ഒരു ബേസ് കേസ് ഉണ്ട് ആൻഡ് റിക്കേഴ്സീവ് കേസും ഉണ്ട്. ബേസ് കേസ് എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കൂ. T of n = A if n = 1 and there is an equation 2 into T of n - 2 plus Bn plus C if n greater than 1. അതായത് n-ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ then output will be A. Answer is A. then n-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ. അതിൽ നമ്മൾ A എന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് വരുന്ന n = 1 എന്നുള്ള കണ്ടീഷനാണ് ബേസ് കേസ്. ദ പോർഷൻ ഓഫ് ദ ഡെഫിനിഷൻ ദറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഇല്ലാതെ കാണുന്നതാണ് ബേസ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ബേസ് കേസ് ഓഫ് എ റിക്കറൻസ് റിലേഷൻ. ദ പോർഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ടി വരുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിക്കറൻറ്റ് അല്ലെങ്കിൽ റിക്കേഴ്സീവ് കേസ് എന്ന് വിളിക്കുന്നത്. Okay, recurrence relations are useful for expressing the running times of recursive algorithms. നമ്മൾ നേരത്തെ പറഞ്ഞു അൽഗോരിതത്തിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു പേപ്പർ തന്നെ പഠിക്കുന്നത്. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ടൈമും സ്പേസും. അതിൽ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ റണ്ണിങ് ടൈം ഓഫ് എൻ അൽഗോരിതം, ഒരു അൽഗോരിതം വർക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്, ആവറേജ് ടൈം കോംപ്ലക്സിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിക്കറൻസ് റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എക്സാമിന് എന്തായാലും എഴുതാം.
എന്തിനാണ് നമ്മൾ റിക്കറൻസ് റിലേഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ റണ്ണിങ് ടൈം ഓഫ് അൽഗോറിതംസ്. എങ്ങനത്തെ അൽഗോറിതംസ്? റിക്കേഴ്സീവ് അൽഗോറിതംസ്. ഓക്കെ, ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് റിക്കേഴ്സീവ് അൽഗോറിതംസ് എന്നുള്ളത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഫിബൊനാച്ചി സീക്വൻസ്. ഫിബൊനാച്ചി സീക്വൻസ് ഇസ് ഡിഫൈൻഡ് ബൈ ദ റിക്കറൻസ് റിലേഷൻ എഫ് ഓഫ് എൻ equal to f of n minus 1 plus f of n minus 2 when n greater than or equal to 3 and f1 equal to 1 and f2 equal to 2 f2 equal to 1. ഇവിടെ നമുക്ക് ഫിബൊനാച്ചി സീക്വൻസ് രണ്ട് തരത്തിൽ എഴുതാം. ഇനീഷ്യൽ വാല്യൂസ് 0 എന്ന് തുടങ്ങുന്നതും എഴുതാം, 1 എന്ന് തുടങ്ങുന്നതും എഴുതാം. രണ്ട് കേസും പറയുന്നുണ്ട്. പലരും 0 ഉൾപ്പെടുത്താം എന്നും പറയുന്നുണ്ട്, 0 ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെടുത്തിരിക്കുന്നത് 1 തൊട്ട് തുടങ്ങുന്ന ഫിബൊനാച്ചി സീരീസാണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 2 ആണ് തന്നിരിക്കുന്നത്, ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു 2. അല്ല സോറി, ഈക്വൽ ടു 1 ആൻഡ് ഈക്വൽ ടു 1 രണ്ടും. എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് 2 ഈക്വൽ ടു 1. ദീസ് ആർ ദ ബേസ് കണ്ടീഷൻസ്. ഓക്കെ, ഇതാണ് ബേസ് വാല്യൂസ് എന്ന് പറയുന്നത്, ബേസ് കേസസ് എന്ന് പറയുന്നത്. ദെൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് ഓഫ് എൻ മൈനസ് 2 എന്ന് പറയുന്നില്ലേ? ഫോർ ദ വാല്യൂസ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിക്കേഴ്സീവ് കേസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിബൊനാച്ചി സീരീസിൻ്റെ റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്, റിക്കറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ട് ഇനീഷ്യൽ ബേസ് കണ്ടീഷൻ ഉണ്ടാവും, ദെൻ റിക്കേഴ്സീവ് കണ്ടീഷനും. ഇങ്ങനെ ഏതൊരു റിക്കറൻസ് റിലേഷൻ ക്രിയേറ്റ് ചെയ്താലും നമ്മൾ എഴുതുമ്പോഴും അതിന് ബേസ് കേസസും വേണം, റിക്കേഴ്സീവ് കേസസും വേണം. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമ്മൾ ഒരു റിക്കറൻസ് റിലേഷൻ ഉണ്ടാക്കുന്നത്? ഇത് നിങ്ങൾക്ക് സിലബസിലില്ല. റിക്കറൻസ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. റിക്കറൻസ് റിലേഷൻസ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സോൾവിങ് റിക്കറൻസസ് എന്നാണ് ടോപ്പിക്ക് പറയുന്നത്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. നിങ്ങളിത് വായിക്കൊന്നും വേണ്ട. ആ ഫംഗ്ഷൻ കണ്ടോ? വോയിഡ് എഫ് ഓഫ് ഇൻറ്റ് എൻ, അതാണ് നമ്മുടെ ഫംഗ്ഷൻ കേട്ടോ, എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 0 സി ഔട്ട് എൻ. സി ഔട്ട് എന്ന് പറയുന്നത് C++ൻ്റെ ഇതാണ്. നമ്മൾ പറയുകയാണെങ്കിൽ പ്രിൻ്റ് എഫ്. ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 0 പ്രിൻ്റ് എഫ് എൻ. എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്നിനെ പ്രിൻ്റ് ചെയ്യാം. ഇനി അതാണെങ്കിലും അല്ലെങ്കിലും എന്താ അടുത്തത് ചെയ്യുന്നത്? n-1നെ വിളിക്കാം. അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നർ ലൂപ്പ്, ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടില്ല ഇഫ് കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എൻ പ്രിൻ്റ് ചെയ്യും വേണം, ദെൻ നെക്സ്റ്റ് ഐറ്ററേഷന് പോവും വേണം അല്ലേ? എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എൻ പ്രിൻ്റ് ചെയ്യും വേണം, ദെൻ നെക്സ്റ്റ് ഐറ്ററേഷന് പോവും വേണം. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഈ അടുത്ത മോഡ്യൂളിൽ കോംപ്ലക്സിറ്റി PNP പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഈ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്ന കുറേ ഇത് വരുന്നുണ്ട്. ഓർഡർ ഓഫ് എൻ, ഓർഡർ ഓഫ് ലോഗ് എൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളത് എഴുതാൻ അല്ലെങ്കിൽ അത് പറയാൻ നിങ്ങൾക്ക് ഉണ്ട്. ശരിക്കും കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനുണ്ട്, പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ, ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ അങ്ങനെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും, സി പ്രോഗ്രാമിലാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഓരോ ടൈമുണ്ട്. സപ്പോസ് നമ്മൾ പ്രിൻ്റ് എഫ് എൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റിക് ടൈമിലാണ്. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് ടൈമിലാണ് ഈ പ്രിൻ്റ് എഫ്, സ്കാൻ എഫ് ഒക്കെ ചെയ്യുന്നത്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ കാര്യം, ഒരു ചെറിയൊരു ആക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു സാധാരണ ഒരു ആക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നടക്കുന്നതെങ്കിൽ അതിന് കോൺസ്റ്റൻ്റ് ടൈമിലാണ് അത് റൺ ചെയ്യുക. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ടൈമാണ്. ഓക്കെ, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ. ഇഫ് ഇറ്റ് ഈസ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റൻ്റ് ടൈം പോരാ, അതിനെന്ത് വേണം? അതിൻ്റേതായ എത്ര ആണോ ആ ലൂപ്പിങ്ങിൻ്റെ വാല്യൂ, അത് n ടൈംസ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി എത്ര വരും? NC ആയിട്ട് വരും, n ഇൻറ്റു കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഓക്കെ, അത് ലൂപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ ഇവിടെ n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ട് കേസസ് ആണുള്ളത്. ഒന്ന് n ഈക്വൽ ടു 0 അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ 0. n ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ കേട്ടോ, രണ്ടും ഒന്നിലാണ് വരിക. n ഈക്വൽ ടു അല്ലെങ്കിൽ n ലെസ് ദാൻ 0, അതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് n ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഫസ്റ്റ് കേസ് എടുത്ത് നോക്കുക. n ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് നടക്കുക? പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല, എക്സിറ്റ് ചെയ്യും പ്രോഗ്രാം എന്ന് അല്ലേ. പക്ഷെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. എന്നിൻ്റെ വാല്യൂ 0 ആണോ അല്ലേ, അവിടെ ഒരു കമ്പാരിസൺ, എന്നും 0യും തമ്മിൽ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. അതിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് ടൈം ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കണക്കിലൊന്നും വരില്ല. ഒരു കമ്പാരിസൺ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ദെൻ അവിടെ എക്സിറ്റ് ആണ് നടക്കുന്നത്, അവിടെ ഒന്നും ചെയ്യുന്നില്ല. n = 0 ആണെങ്കിൽ അവിടെ ഒരു ഫങ്ഷനും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ്. ഓക്കെ, എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ്. അതാണ് അവിടെ പറഞ്ഞത്. ബേസ് കേസ് എന്ന് പറയുന്നത് n = 0 ആണ്. അപ്പം അവിടെ മെത്തേഡിൽ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് സം കോൺസ്റ്റൻറ്റ് എ. നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം കോൺസ്റ്റൻറ്റ് എ. കോൺസ്റ്റൻറ്റ് ടൈമിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി n ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. n ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. മെത്തേഡ് പെർഫോംസ് 2 ബേസിക് ഓപ്പറേഷൻസ്. രണ്ട് ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ കോൾസ് ഇറ്റ് സെൽഫ്, അതിനെ തന്നെ വിളിക്കുന്നുമുണ്ട്. ഒരു റിക്കേഴ്സീവ് കോൾ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? t of 0 = a. 0 ആണ് വാല്യൂ എന്നുണ്ടെങ്കിൽ a ഒരു കോൺസ്റ്റൻറ്റ് ടൈമേ അവിടെ വേണ്ടൂ. ടൈം ഓഫ് 0 ആണ് എന്നിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ദെൻ ഇഫ് എന്നിൻ്റെ വാല്യൂ n ആണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് b+, അതായത് ആദ്യം അവിടെ ഒരു കമ്പാരിസൺ നടന്നു, അതായത് എവിടെയെങ്കിലും ഒരു എൻഡ് ചെയ്യുമല്ലോ, t of n-1 ആദ്യം സി ഔട്ട് ചെയ്തു, പ്രിൻ്റ് ചെയ്തു, അതിനൊരു കോൺസ്റ്റൻറ്റ് ടൈം വേണം. ദെൻ വിളിച്ചു, അടുത്ത f of n-1 വിളിച്ചു, അപ്പോൾ അവിടെ വീണ്ടും t of n-1 വേണം. t of n ആണ് ഇപ്പോൾ കണ്ടത്. t of n എന്ന് പറഞ്ഞാൽ അതാ ഈ f of n ആണ്. ഈ f of n കോൾ ചെയ്യുമ്പോൾ എന്താണോ അവിടെ നടക്കുന്നത് അതിൻ്റെ വാല്യൂ, അതിൻ്റെ എന്താ പറയുക, ടൈം കോംപ്ലക്സിറ്റിയാണ് t of n എന്ന് പറയുന്നത്. f of n പെർഫോം ചെയ്യുമ്പം എത്ര ടൈം വേണോ അതാണ് t of n എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രിൻ്റ്എഫിന് വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് ടൈം വേണം, b എന്ന് പറയുന്നത്. ദെൻ എഗെയിൻ f of n-1 വിളിക്കുന്നുണ്ട്. അപ്പോൾ f of n-1 വിളിച്ചാൽ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ t of n-1 ചെയ്യണം. കണ്ടോ? ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ആണ് റിക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ റിക്കറൻസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഇത്. ഇവിടുത്തെ കണ്ടീഷൻ ഇഫ് n = 1 റിട്ടേൺ 2. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ടൈമിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? 3 × g of n-2 × g of n/2 × g of n/2 + 5. അപ്പോൾ അവിടെ എത്ര എണ്ണം വേണം? n = 1 ആണെന്നുണ്ടെങ്കിൽ, ഫോർ സം കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ, t of 1 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കോൺസ്റ്റൻറ്റ് ടൈം മതി. n = 1 ആണെങ്കിൽ റിട്ടേൺ 2 മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ അവിടെ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ടൈം കോംപ്ലക്സിറ്റിയാണ് വരിക. ഇഫ് n ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ n 1 അല്ലെങ്കിൽ, ഇഫ് n not equal to 1 ആണെങ്കിൽ എന്തൊക്കെ റിട്ടേൺ ചെയ്യണം? 3 × g of n/2 + g of n/2 + 5. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 തവണ g of n/2നെ വിളിക്കുന്നുണ്ട് അല്ലേ. അതാണ് 2 × t of n/2 എന്നിവിടെ പറയാൻ കാരണം. 2 തവണ ഫങ്ഷനെ റിക്കേഴ്സീവ്ലി വിളിക്കുന്നുണ്ട് വിത്ത് n/2 വാല്യൂ, n-1 അല്ല, വിത്ത് n/2 വാല്യൂ വെച്ചിട്ടാണ് വിളിക്കുന്നത്. നേരെ പകുതിയിലാണ് വിളിക്കുന്നത്. ഓക്കെ, അതാണ് 2 × t of n/2 എന്നിവിടെ പറയാൻ കാരണം. ദെൻ ഇവിടെ എന്ത് വേണം? +5ഉം റിട്ടേൺ 3ഉം, അത് രണ്ടും കോൺസ്റ്റൻറ്റ് ടൈമിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഈ ഒരു റിക്കറൻസ് റിലേഷനിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ക്ലോസ്ഡ് ഫോമാക്കി മാറ്റണം. റിക്കറൻസ് റിലേഷനെ ഒരു ക്ലോസ്ഡ് ഫോമാക്കി മാറ്റണം. അത് മിക്കവാറും ഇവർ തന്നത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ വല്ലാതെ അത് കൊടുക്കണ്ട. ഇനിയുള്ളതാണ് നോക്കണ്ടേ. ദർ ആർ 4 മെത്തേഡ്സ് ടു സോൾവ് റിക്കറൻസ് റിലേഷൻസ്. റിക്കറൻസ് റിലേഷൻസ് സോൾവ് ചെയ്യാൻ 4 മെത്തേഡാണ് ഉള്ളത്. ഐട്രേഷൻ മെത്തേഡ്, റിക്കർഷൻ ട്രീ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ദെൻ മാസ്റ്റർ മെത്തേഡ്. 4 മെത്തേഡ്സ് ആണുള്ളത്. ഈ പേരുകൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ പേരുകൾ ആൻസർ ഷീറ്റിൽ എന്തായാലും കണ്ടിരിക്കണം. റിക്കറൻസിൻ്റെ എന്ത് ചോദിച്ചാലും ഈ 4 പേരും കാണണം. അതിലേതൊക്കെ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ട അതൊക്കെ പറയും വേണം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഇതിലെ മാസ്റ്റേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്റ്റേഴ്സ് തിയറം എന്തായാലും ചോദിക്കും. ഓക്കെ, മാസ്റ്റർ മെത്തേഡ് എന്തായാലും ചോദിക്കും. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഐട്രേഷൻ മെത്തേഡാണ്. ഐട്രേഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി എക്സ്പാൻഡ് ദ റിക്കറൻസ് ആസ് ദ സമ്മേഷൻ ഓഫ് ടേംസ്. റിക്കറൻസിനെ നമ്മൾ സമ്മേഷൻ ഓഫ് ടേംസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. കുറേ ടേംസിൻ്റെ സമ്മായിട്ട് നമ്മൾ അതിനെ മാറ്റി എഴുതും. ആൻഡ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇനീഷ്യൽ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കുറേ ടേംസ് ആക്കിയിട്ട്, ഇനീഷ്യൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ടേംസ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ സമ്മേഷനെ ഇവാലുവേറ്റ് ചെയ്യും. ഇതിങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടില്ല. ഒരു എക്സാമ്പിൾ നോക്കുക. പക്ഷേ ഈ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ലോഗരിതമിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. കുറേ ഇക്വേഷൻസ് നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വേണം. നോക്കൂ, സിഗ്മ k = 1 to n k = 1 + 2 + 3 + etc. + n = n × n - n + 1/2. ഇത് ഓർമ്മ ഉണ്ടായിരിക്കണം, ഈ ഒരു ഇക്വേഷൻ. അതായത് സം ഓഫ് n ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതേപോലെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ് x⁻k = 0 to n - 1 x⁻k ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ദെൻ സിഗ്മ 2k എക്സ്പൊണൻഷ്യലിൻ്റെ സം ആണെന്നുണ്ടെങ്കിൽ 2n - 1. ദെൻ x⁻k ആണെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ബേസ് 2 അല്ലാതെ x⁻k എക്സ്പൊണൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇതൊക്കെ അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. നോക്കി നോക്കുക, ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോന്നാണ് വരിക. അതുപോലെ തന്നെ ഹാർമോണിക് സീരീസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സിഗ്മ k = 1 to n 1/k. 1/kയുടെ സം 1/1 + 1/2 + 1/3 + 1/n = log n. ln n. ദെൻ പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ്, ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. ചിലപ്പോഴേ ആവശ്യങ്ങൾ വരുള്ളൂ. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതിന് പകരം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഐട്രേഷൻ മെത്തേഡാണ് കേട്ടോ. ഐട്രേഷൻ മെത്തേഡിൽ എന്താണെന്നാണ് പറഞ്ഞത്? റിക്കറൻസിനെ എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് കുറേ ടേംസിൻ്റെ സമ്മാക്കി മാറ്റും, എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ റിക്കറൻസ് റിലേഷൻ, അവർ തന്നിരിക്കുന്ന റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് T of n = T of n - 1 + 1. ഓക്കെ, T of n = T of n - 1 + 1. ഇതാണ് അവർ തന്ന ഇക്വേഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. T of 1 = 1 എന്നുള്ളത് ഇനീഷ്യൽ കണ്ടീഷനും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. എക്സ്പാൻഡ് അല്ലെങ്കിൽ സോൾവ് ദ റിക്കറൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക ഇതിൽ നിന്ന്. അപ്പം T of n എന്ന് പറഞ്ഞിട്ട് T of n - 1 + 1 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ തന്നു. ദെൻ ഇനീഷ്യൽ കണ്ടീഷൻ T of 1 = 1 എന്നും തന്നു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് T of n - 1നെ എക്സ്പാൻഡ് ചെയ്യാം. T of n = T of n - 2 + 1 + 1 എന്നാണ് വരിക. പറഞ്ഞുതരാം.
നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഓഫ് n മൈനസ് n ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 1 പ്ലസ് 1 ആണ് അല്ലേ. ഇതിനെ എക്സ്പാൻഡ് ചെയ്തു ടി ഓഫ് n ഈക്വൽ ടു ഈ ടി ഓഫ് n മൈനസ് 1ന് പകരം ഞാൻ ഇതിനെ വീണ്ടും റിക്കേഴ്സീവ്ലി ഇതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് ടി ഓഫ് n എന്ന് പറയുന്നത് ടി ഓഫ് n മൈനസ് 1 പ്ലസ് 1 ആണ്. അതായത് nth ടേം എന്ന് പറയുന്നത് n മൈനസ് 1th ടേമിൻ്റെ കൂടെ 1 ആഡ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ n മൈനസ് 1th ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? n മൈനസ് 2th ടേമിൻ്റെ കൂടെ 1 ആഡ് ചെയ്തതായിരിക്കില്ലേ. ഇതേ ഇക്വേഷൻ തന്നെ ഇതിൽ അപ്ലൈ ചെയ്തു, റിക്കേഴ്സീവ്ലി അപ്ലൈ ചെയ്തു. അപ്പോൾ ടി ഓഫ് n മൈനസ് 1ന് പകരം നമുക്ക് എന്തെഴുതാം? ടി ഓഫ് n മൈനസ് 2 പ്ലസ് 1. ഇത്രയും ടി ഓഫ് n മൈനസ് 1ൻ്റെ എക്സ്പാൻഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇവിടെ ഓൾറെഡി ഉള്ള ഒരു 1 ഉണ്ട് ഇല്ലേ. അപ്പോൾ ഇതിനെ മൊത്തം നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് n മൈനസ് 2 പ്ലസ് 2 കിട്ടിയോ? ഇതാണ് ഇവിടെ ഇവർ ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 2 പ്ലസ് 2 എന്ന് ഇവിടെ പറയാൻ കാരണം. ഓക്കെ, ഇത് ഇങ്ങോട്ട് എത്താനുള്ള വഴിയാണ് പറഞ്ഞത്. ഓക്കെ, ആദ്യം തന്ന ഇക്വേഷൻ ഇതായിരുന്നു. ഇതിന് ഈ n മൈനസ് 1നെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ 2 1 കൂടി ഇവിടെ 2 ആയി. അതേപോലെ ഐട്രേറ്റീവ്ലി കുറേ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐട്രേറ്റീവായിട്ട് ചെയ്തിട്ടാണ് എന്ത് വന്നത്? ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n ബൈ n മൈനസ് 4 പ്ലസ് 4. അപ്പോൾ ഇത് നമ്മൾ ജനറലൈസ് ചെയ്തൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n മൈനസ് ഐ പ്ലസ് ഐ. ഓക്കെ, ഇതാണ് ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ എഴുതിയത് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ nth ടേമിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഇപ്പം നമ്മൾ ചെയ്തത് തന്നിരിക്കുന്ന ഇക്വേഷനെ, തന്നിരിക്കുന്ന റിക്കറൻസിനെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ കുറേ n ടേംസിൻ്റെ സമ്മാക്കി മാറ്റി. ഇതിപ്പോൾ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ ആയതുകൊണ്ടാണ് അത് കാണാത്തത്. സപ്പോസ് ഇതിൽ എൻ്റെ ടേംസ് കൂടുതലുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ നീളം കൂടി വരികയായിരുന്നു nth ടേം വരെ എത്തുമ്പോഴേക്കും. ഓക്കെ, എന്നിട്ട് അതിനെ സോൾവ് ചെയ്ത് ചുരുക്കി ലോഗും അതുപോലെ n ഇൻറ്റു n മൈനസ് 1/2 അങ്ങനെ പല നേരത്തെ കണ്ട ഇക്വേഷൻസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലാവാൻ വേണ്ടി ഫസ്റ്റ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കാണുമ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് തന്നിരിക്കുന്ന റിക്കറൻസ് റിലേഷനിൽ എഗെയിൻ ആൻഡ് എഗെയിൻ അത് എന്താ പറയുക, ഐട്രേറ്റീവ്ലി നമ്മൾ റിക്കേഴ്സീവ്ലി അത് ചെയ്ത് n മൈനസ് 1നെ വീണ്ടും സോൾവ് ചെയ്ത് നമ്മൾ എന്തിലേക്ക് എത്തി? nth ടേമിൻ്റെ ജനറൽ ഇക്വേഷനിലേക്ക് എത്തി. ഓക്കെ, ഇനി ഇതിനെ ചുരുക്കാനില്ല, ഇതിനെ 1 ആഡ് ചെയ്ത് പോയത് കൊണ്ട് അത് ഐ എന്നുള്ള വാല്യൂവിൽ പോയതാണ്. ഓക്കെ, അല്ലാതെ ഇതിനെ ഇനിയും ചുരുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ചുരുക്കേണ്ടി വരും. ഓക്കെ, എന്നിട്ട് അതിനെ ഒരു ജനറൽ ഫോമാക്കി മാറ്റി. ഇനി ഇതിനെ ഒന്നും സോൾവ് ചെയ്യാനില്ല എന്നുള്ള രീതിയിലുള്ള ഫോമിലേക്ക് എത്തിച്ചു, ടി ഓഫ് n ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? ടി ഓഫ് 1 ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ ആദ്യം ടി ഓഫ് n മൈനസ് ഐ എനിക്ക് എന്ത് കൊടുക്കാം? ടി ഓഫ് 1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ n മൈനസ് ഐക്ക് പകരം 1 കൊടുക്കുക. n മൈനസ് ഐക്ക് പകരം 1 കൊടുത്താൽ അതാണ് അവിടെ പറയുന്നത് n മൈനസ് ഐ ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ ദെൻ ഐയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? n മൈനസ് 1 കിട്ടും. ഓക്കെ, ഐയുടെ വാല്യൂ n മൈനസ് 1 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഐയുടെ വാല്യൂ n മൈനസ് 1 കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച ഇക്വേഷനില്ലേ, ആ സ്ക്വയർ ചെയ്ത ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n മൈനസ് ഐക്ക് പകരം 1 എന്ന് കൊടുക്കുക. കണ്ടോ, n മൈനസ് ഐക്ക് പകരം ഇവിടെ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. ദെൻ ഐക്ക് പകരം n മൈനസ് 1 എന്ന് കൊടുത്തു. ഓക്കെ, ടി ഓഫ് 1 പ്ലസ് n മൈനസ് 1. അപ്പോൾ ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് 1 പ്ലസ് n മൈനസ് 1.
ഓക്കെ, ഈ ടി ഓഫ് 1 എത്രയാണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ടി ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാ? ടി ഓഫ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ ഈ ടി ഓഫ് 1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. അപ്പോൾ ടി ഓഫ് n ഈക്വൽ ടു 1 പ്ലസ് n മൈനസ് 1. 1 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1 നെഗറ്റീവ് 1 പോയി, ബാക്കി എന്തുള്ളൂ? n. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n. അപ്പോൾ ഈ തന്നിരിക്കുന്ന റിക്കറൻസ് റിലേഷനെ സോൾവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ടൈം കോംപ്ലക്സിറ്റി ഈസ് ഓർഡർ ഓഫ് n. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഇക്വേഷൻ നോക്കൂ. ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 1 പ്ലസ് n. അതാണ് സെക്കൻഡ് വൺ. അതിലെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ടി ഓഫ് 1 ഈക്വൽ ടു 1. അവിടെയും നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ടി ഓഫ് n മൈനസ് 1നെ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n മൈനസ് 2 പ്ലസ് n മൈനസ് 1 പ്ലസ് n. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കാം. അഗെയിൻ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. കണ്ടോ വലുതായി വരുന്നത്. എന്നിട്ട് ഇതിനെ ഒരു ജനറലൈസ്ഡ് ഫോമിലേക്ക് എത്തിച്ചു. ടി ഓഫ് n ഈക്വൽ ടു ടി ഓഫ് n മൈനസ് ഐ പ്ലസ് n മൈനസ് ഐ മൈനസ് 1 പ്ലസ് n മൈനസ് ഐ മൈനസ് 2 പ്ലസ് n മൈനസ് ഐ മൈനസ് 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ കണ്ടീഷൻ n മൈനസ് ഐ ഈക്വൽ ടു 1 കൊടുക്കുക. ഫസ്റ്റ് ടേമിന് 1 കൊടുക്കുക, ഐ എന്നുള്ളതിന് n മൈനസ് 1 കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായി മാറി? ടി ഓഫ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എറ്റ്സെട്ര പ്ലസ് n. ടി ഓഫ് 1ന് എത്രയാണെന്നാ ഇനീഷ്യൽ കണ്ടീഷൻ തന്നത്? ടി ഓഫ് 1ന് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ ഇക്വേഷൻ ഈസ് റിഡ്യൂസ്ഡ് ടു സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1/2 ആണ് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്താൽ n സ്ക്വയർ പ്ലസ് n പ്ലസ് 2 അങ്ങനെ 3 ടേമിലൊക്കെ നമുക്ക് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് n/2 ആണ് അല്ലേ? ഇവിടെ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എടുക്കുമ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ടേം ഏതാണെന്ന് നോക്കുക. ഇവിടെ 3 ടേമാണുള്ളത്. ഒന്ന് n സ്ക്വയർ, ഒന്ന് n, ദെൻ കോൺസ്റ്റൻറ്റ്. അതിൽ കോൺസ്റ്റൻറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു സാധാരണ കോൺസ്റ്റൻ്റ് ആണ്. n എന്ന് പറഞ്ഞാലോ n ടൈംസ് കോൺസ്റ്റൻറ്റ്, അതായത് n ഇൻറ്റു c അത്രയാണ്. പിന്നെ n സ്ക്വയർ എന്ന് പറഞ്ഞാലോ n സ്ക്വയർ ടൈംസ് വർക്ക് ചെയ്യണം. അപ്പം ഈ പ്രോഗ്രാമിലെ ചില ടേംസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ടൈമിൽ തീരുന്നതുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ n കോൺസ്റ്റൻറ്റ് ടൈമിൽ തീരുന്നതുണ്ടായിരിക്കും, ചിലത് n സ്ക്വയർ ടൈമിൽ തീരുന്നതുണ്ടായിരിക്കും. അപ്പം മൊത്തം പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി ആയിട്ട് നമ്മൾ എന്താ പറയുക? n സ്ക്വയർ ആണ്. മാക്സിമം ടൈം അല്ലേ നമ്മൾ പറയേണ്ടത്? ഏറ്റവും കൂടുതൽ എടുക്കുന്ന ടൈമാണ് പറയേണ്ടത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ സിമ്പിൾ പ്രിൻ്റ് ഓഫ് സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, ഒരു ലൂപ്പും ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി പറയുമ്പോൾ ആ ലൂപ്പിൻ്റെ കോംപ്ലക്സിറ്റി അല്ലേ നമ്മൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ലൂപ്പ് വർക്ക് ചെയ്താൽ മാത്രമല്ലേ അത് പ്രോഗ്രാം കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നിരിക്കുന്ന ടേംസിൽ ഏറ്റവും ഹയ്യസ്റ്റ് ടേം ഏതാണോ, ഏറ്റവും ഹയ്യസ്റ്റ് ഡിഗ്രി ഉള്ള ടേം ഏതാണോ അതാണ് ആ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n സ്ക്വയർ പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. ഓക്കെ, ഇനി തേർഡ് വണ്ണും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ തനിയെ ഒന്ന് നോക്കി നോക്കുക, കിട്ടിയില്ലെങ്കിൽ പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഇത് മെത്തേഡിൽ തന്നെയാണ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ്റെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ദെൻ റിക്കേഴ്സീവ് ബൈനറി സെർച്ചിൻ്റെ ഒരു അനാലിസിസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഐട്രേഷൻ മെത്തേഡാണ് ഇന്ന് എടുത്തത്. അതിൻ്റെ 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 3 എക്സാമ്പിൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ വേണ്ടിയും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് റിക്കറൻസ്, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, അതിലെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഫസ്റ്റ് മെത്തേഡും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വീട്ടിലിരുന്ന് സ്വയം വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.